ചേച്ചി നേരത്തെ മുടങ്ങിക്കിടക്കുന്ന സംരംഭം അതിനെ ഞാൻ ഒരുവിധം എൻ്റെ പ്രവർത്തിച്ചു. അപ്പം ചേച്ചി ഇതുപോലെ വളരെ ഭംഗിയായിട്ട് സൈനിക് സ്കൂളിൽ അവരുടെ എഡ്യൂക്കേഷൻ ഇന്ദ്രജിത്ത് +2 എത്തി ആ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണ് ആകസ്മികമായിട്ട് സുഹൃത്തിൻ്റെ ഒരു മരണം. ചേച്ചി എങ്ങനെ ചേച്ചി ആ ഒരു ബോൾഡായി ചേച്ചി അന്ന്? അത് ഈ ബോൾഡായതല്ല, കാരണം എല്ലാം നമുക്ക് ഒരു വലിയ പടുകുഴിയിൽ നിന്ന് എന്നെ പിടിച്ച് കയറ്റി രക്ഷിച്ച ആളാണ് എൻ്റെ സുഹൃത്തൻ. ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും ജയന്തിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭൂമിയിലേക്ക് അയച്ച ഒരു അവതാര പുരുഷനെ പോലെ ഈശ്വരൻ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയച്ച ഒരു വ്യക്തിയാണ് സുഹൃത്തൻ. രക്ഷപ്പെടുത്തി എനിക്ക് നല്ല 2 അനുസരണമുള്ള കുഞ്ഞുങ്ങളെ തന്നു, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാം ഉണ്ടാക്കി തന്നു. ഇവിടെ പീരുമേട്, മൂന്നാറിൽ, കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, മൂന്നാറിൽ, മദ്രാസിൽ എല്ലായിടത്തും വീടുകളായി, വസ്തുക്കളായി, ഇതായി ഇനി വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാം. ആദ്യം സൂചിപ്പിച്ച പോലെ സിനിമാക്കാർക്ക് ചിലർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യമാണത് എനിക്ക് കിട്ടിയത്. കാരണം അദ്ദേഹം മരിക്കുമ്പോൾ പോലും എനിക്കറിയത്തില്ല, പൂജപ്പുര SBTയിൽ അന്നൊരു 3-3.5 ലക്ഷം രൂപ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അതറിയുന്നില്ല, ഏതാണ്ടോ ഒരു സംഭവം ഒരു FD കിടന്ന് അങ്ങോട്ട് മെച്ചുറായപ്പം എൻ്റെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ സുഖട്ടം മരിച്ചു കഴിഞ്ഞാണ് അറിയുന്നത് പോലും, അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വളരെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ജീവിതം കാണുകയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇനി ഞാനങ്ങ് പോകുക എന്ന് പറഞ്ഞു. കാരണം ഒരു അസുഖമായിട്ട് ഒരു ദിവസം പോലും കിടന്നിട്ടില്ല. ഞങ്ങൾ മൂന്നാർ വീട്ടിൽ നിന്ന് വരുമ്പോൾ പുറം വേദനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു ചെറിയ തോള് വേദന. അപ്പോൾ എനിക്കിങ്ങനെ എന്തോ ഈ പ്രഷറും, ചെറിയൊരു പ്രഷറും ഡയബറ്റീസിൻ്റെ ഒക്കെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ പോകാനും ചെക്കപ്പ് ചെയ്യാനും ഒക്കെ വലിയ മടിയാണ്, പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു, അയ്യോ സുഖമായിട്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊരു ചെക്കപ്പൊക്കെ ചെയ്താൽ കൊള്ളായിരുന്നൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിക്കും. വരണ്ടേ, അപ്പോൾ നീ എന്തോ എന്നെ ഒരു രോഗിയാക്കാൻ ശ്രമിക്കുന്നത്, എനിക്കെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു യൂഷ്വൽ രീതി അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എറണാകുളത്ത് ഇറങ്ങി. അന്ന് കെ കരുണാകരൻ സാറിൻ്റെ മകൾ പത്മജയുടെ ഹസ്ബൻഡ് ഡോക്ടർ വേണു. അപ്പോൾ വലിയ വേണുവിനും അമ്മയ്ക്കുമൊക്കെ അയ്യോ ഇന്നും അതെ ഈ പറഞ്ഞ പോലെ ആ 2 അമ്മമാരും, ഡോക്ടർ വേണുവിൻ്റെ അമ്മയും അതെ, പത്മജയുടെ അമ്മയും അതെ, അതുപോലെയൊക്കെയുള്ള അമ്മ കഥാപാത്രങ്ങൾ. അയ്യോ സത്യം, അതൊക്കെയാണ് മാതൃക. അല്ല സത്യം, അമ്മ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ഒരു പൂർണ്ണമായ ഒരർത്ഥം എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ചില അമ്മമാർ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ കടന്നു വരും. അങ്ങനെ കേടി വന്ന അമ്മയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. 2 താരങ്ങൾ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നു. ചേച്ചി ആസ് എ മദർ കുട്ടിക്കാലത്ത് കൂടുതൽ ഒബീഡിയൻ്റ് ആരായിരുന്നു കൂടുതൽ മിസ്റ്റീവിയസ്? ചേച്ചി അവരുടെ കുട്ടിക്കാലം എങ്ങനെ? അതെ അതായത് എൻ്റെ മക്കളുടെ കാര്യം പറയണമെങ്കിൽ ഇന്ദ്രൻ ഭയങ്കര കുസൃതിയായിരുന്നു ഒരു 2.5-3 വയസ്സ് വരെ. അപ്പോഴാണ് രാജു വരുന്നത്, രാജുവിൻ്റെ ജനനം. ഇന്ദ്രൻ ഏതാണ്ട് ഒരു 3 വയസ്സാവാറായി. ഡിസംബറിലായിരുന്നു അവൻ്റെ 3rd ബർത്ത്ഡേ, ഒക്ടോബറിൽ രാജു വന്നു കഴിഞ്ഞിട്ട് ഇന്നും അതെ കേട്ടോ, ഞാനറിയാതെയും അവർ തമ്മിലുള്ള ഒരു മാനസിക ബന്ധം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും അതാ, ഈശ്വര എന്നെ ഇനി ഇടയ്ക്കൊന്ന് മറന്നു പോയാലും സാരമില്ല, ദൈവമേ എൻ്റെ കണ്ണടയെന്ന് പറയുമ്പോൾ അവരിങ്ങനെ പോകണം. കാരണം എന്താ വെച്ചാൽ സാധാരണ കുടുംബങ്ങളിൽ നമ്മൾ വിചാരിക്കും വേറെ പൊറുതിയൊക്കെയായി അവനവൻ്റെ പ്രാരാബ്ദങ്ങളും കുഞ്ഞും അതും ഇതൊക്കെ അവരുടെ ജീവിതം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു പോകും. അതിപ്പം ആരെയും കുറ്റപ്പെട്ട കാര്യമില്ല. നമ്മൾ അതെ ഒരു ന്യൂക്ലിയർ ഒരു പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോഴേക്കും കൂട്ടുകുടുംബമൊക്കെ പോയല്ലേ ഇപ്പോഴും. അതെ, അപ്പം അതുകൊണ്ട് പക്ഷേ അന്ന് രാജു ജനിച്ചപ്പോൾ മുതൽ ഇന്ദ്രൻ വേറൊരു കുഞ്ഞായി. അത് തന്നെ അതിപ്പോൾ പ്രാർത്ഥനയ്ക്കുണ്ട്. ഇന്ദ്രൻ്റെ മകൾക്ക് അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രം വന്നപ്പം ഇന്ദ്രൻ്റെ കൂട്ട് അവളൊരു 2.5-3 വയസ്സ് ഉള്ള സമയത്ത് പിന്നെ അങ്ങോട്ട് ആ കുഞ്ഞിനെ കുളിപ്പിക്കാനും ഡ്രസ്സ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പോലെ രാജു എവിടെ ചെന്ന് കിടന്നാൽ ഇവൻ കൂടെ ചെന്നിരിക്കുകയും അവനെ കളിപ്പിക്കുകയും അത് കഴിഞ്ഞ് രാജു വളർന്നപ്പോഴും ഞാനോ സുവർണോ രാജുവിന് 2-3 വയസ്സ് നീ എന്താണ് കാണിച്ചത്, ഒരൊറ്റ അടി വെച്ച് നാലുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇടയ്ക്ക് വീഴും. എന്തിനാ അമ്മ, അവൻ കൊച്ചുകുട്ടിയല്ലേ, നമ്മുടെ വലിയ അപ്പൂപ്പന്മാർ ഉപദേശിക്കുന്ന പോലെ ഞങ്ങളെ ഇന്ദ്രൻ ഉപദേശിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറയും ഈശ്വര അവൻ്റെ ഒരു സ്വഭാവം മാറിയത് കണ്ടോ, മറ്റേത് അവനുരുട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ട്രാക്ടർ അല്ലെ ഒരു ഈ എന്താ പറയുക സൈക്കിൾ പോലത്തെ സാധനങ്ങളൊക്കെ വേറെ ഒരു കുഞ്ഞുങ്ങളൊന്നും അതെൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ വന്ന് രാജു ഇതെടുത്താലും എല്ലാം ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. അഥവാ ഇവനെ വഴക്ക് പറഞ്ഞ് ഇവന് സങ്കടം വന്നാലും ആ കൂട്ടത്തിൽ രാജുവിനെയും കൂടെ വഴക്ക് പറയരുതെന്നുള്ളതായിരുന്നു ഇന്ദ്രൻ്റെ കണ്ടീഷൻ. ഞാനത് രാജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് പലപ്പോഴും. ഞാൻ പറയും മോനെ
നിനക്കിങ്ങനെ ഒരു ചേട്ടനെ കിട്ടണമെങ്കിൽ നീ ഭാഗ്യം ചെയ്യണം. ഒരു പക്ഷേ ഇത് പറഞ്ഞു തരാൻ അമ്മയ്ക്കേ സാധിക്കുകയുള്ളൂ. കാരണം നിന്നെ എന്തെങ്കിലും ആരെങ്കിലും, അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിലാവട്ടെ സിനിമാ രംഗത്താവട്ടെ ഇന്ദ്രൻ എല്ലാവർക്കും ഒരു സ്വീകാര്യനാണ്. കാരണം കുറേ കൂടെ സോഫ്റ്റ് സ്പോക്കൺ ആണല്ലോ ഇന്ദ്രൻ. പക്ഷേ രാജു ആരാണെന്ന് എന്നെക്കാട്ടിലും ഒരു പക്ഷേ എല്ലാവരെക്കാട്ടിലും നന്നായിട്ട് ഇന്ദ്രൻ അറിയാം. അതുകൊണ്ട് തന്നെ രാജുവിനെ പറ്റി ഒരു കുറ്റം പറഞ്ഞാൽ ആദ്യം സങ്കടപ്പെടുന്ന ഇന്ദ്രനാണ്. എന്തിനാണ് ഈ അവൻ്റെ നേരെ ഒന്നും എന്ന് ആദ്യം കുടുംബത്തിൽ സംസാരിക്കുന്നത്. അത് പക്ഷേ അത് പണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതൊക്കെ അങ്ങ് വിട്ടു. കാരണം രാജുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനും അത് കണ്ടുപഠിക്കണം എന്ന്. എന്താ വെച്ചാൽ അവന് എനിക്ക് തോന്നുന്നു ഈ വെളിയിലൊക്കെ പോയി പഠിച്ചുകൊണ്ടാണെന്നോ പല കാര്യങ്ങളും ഒരു ജസ്റ്റ് ഡോണ്ട് കെയർ എന്നുള്ളൊരു മട്ടിൽ അങ്ങ് വിടും. കാരണം അതൊക്കെ ഇങ്ങനെയാമേ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകും. അപ്പം ഞാൻ വിചാരിക്കും നമ്മളൊക്കെ ആണെങ്കിൽ എൻ്റെ പ്രായം കൊണ്ടറിയാം അപ്പോൾ കഷ്ടമുണ്ട് ദൈവമേ, ഇത് അറിഞ്ഞുപോലും ഇല്ലല്ലോ, ഇത് എന്തിനാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. ടെൻഷനാവും. ഒരു തെറ്റും ചെയ്യാത്തവൻ്റെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത് അതൊരു ശരിയായ പ്രവണതയല്ലല്ലോ. പിന്നെ ഇപ്പം ഞാനും വിചാരിക്കും ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവൻ ഇതൊക്കെ ആയിരിക്കും ജോലി. ഇതൊക്കെ രാജു പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു മാനസികമായ ഒരു നമ്മൾ പോസിറ്റീവായി എടുത്താൽ നമ്മളെ അത് ബാധിക്കില്ല. ഇന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് ടെൻഷൻ അടിച്ചാൽ നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. അല്ല സത്യം ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഇടയ്ക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് പറയാനുള്ളത് രാജുവിൻ്റെ അഹങ്കാരം എന്ന് ശത്രുക്കൾ വിശേഷിപ്പിക്കുന്നത് അതൊരു പോസിറ്റീവായ അഹങ്കാരം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവന് എന്തിനാണ് അഹങ്കാരി എന്നവർ വിളിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ ഒരു പക്ഷേ ഈ എഴുതുന്നവർക്കും അത് വായിച്ച് രസിക്കുന്നവർക്കും അറിയത്തില്ലെങ്കിലും കേരളത്തിലെ പ്രേക്ഷകർക്ക് അറിയാം എന്തിനാണ് അവനെ അഹങ്കാരി. പ്രേക്ഷകർക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലാണ് ഇന്ന് നമ്മൾ ഒരു തിയേറ്ററിൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട സിനിമ വസൂലായി എന്ന് പറയും. പക്ഷേ എന്ന് നിൻ്റെ മൊയ്തീൻ കണ്ട് ഇറങ്ങിയപ്പോൾ മൊയ്തീനും കാഞ്ചനമാലയും നമ്മുടെ കൂടെ പോന്നു. ചേച്ചി എങ്ങനെ കണ്ടു? അല്ല അത് വളരെ ശരിയാണ്. കാരണം അതിനകത്ത് രണ്ട് പ്രത്യേകതകളാണ്. ഒന്നാമത് ഇത് ഇപ്പോഴും കാഞ്ചനമാല ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സംഭവം. ഇവർ രണ്ടുപേരും ഈ ഇന്ന് ജീവിക്കുന്ന പലരുടെയും മനസ്സിലുണ്ട്. ഇതൊക്കെ അതിന് ഒരുപാട് പ്ലസ് പോയിൻ്റാണ്. പിന്നെ തീർച്ചയായിട്ടും വിമലിൻ്റെ ആ ഒരു വേ ഓഫ് ടേക്കിംഗ് ഉണ്ടല്ലോ. കാരണം ആ ഒരു മൂഡും ആ ഒരു മഴയും എല്ലാം കൂടെ ആ പടത്തിൻ്റെ മൂഡ് തന്നെ അതാണ് ശരിക്കും അത്. എന്നിട്ട് ഏറ്റവും അവസാനം പിന്നെ മൊയ്തീൻ്റെ ഉമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പോലും കാഞ്ചനമാലയ്ക്ക് തോന്നുകയാണ് മൊയ്തീൻ പറഞ്ഞ കയറിക്കോ അകത്തോട്ടെന്ന് പറയുന്നത്. അതൊക്കെ എനിക്കൊരു സിനിമയെക്കുറിച്ച് അറിയാവുന്ന ഞാൻ പോലും പല സ്ഥലത്തും കരഞ്ഞുപോയി. അത് പണ്ടും എനിക്കുണ്ട്. നന്ദനം കണ്ടപ്പോൾ എനിക്ക് അവസാനത്തെ സീനിൽ ഭഗവാൻ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് അകത്ത് ഇസഡ് കാറ്റഗറിയിലുള്ള ആരോ വന്ന് തൊഴിൽ കാണുന്നു. ഇപ്പോൾ ഉള്ളിൽ ആദ്യം ചിരി വന്നു. കാറ്റഗറിയൊക്കെ അകത്ത് നടക്കുന്നെങ്കിലും ഭഗവാൻ പുറത്താ. ഒന്ന് ആലോചിച്ച് നോക്കണേ. സത്യം അതാണ്, വളരെ സത്യമാണ്. അതൊക്കെ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. എപ്പോഴായാലും എന്തായാലും ശരി ദൈവമേ, ഞാൻ എവിടെയെങ്കിലും അമ്പലത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ പ്രായം കൊണ്ടായിരിക്കും അമ്മ മുമ്പോട്ട് വന്ന് നിന്നാട്ടെന്നൊക്കെ പറയുമെങ്കിലും ഞാൻ ആദ്യം അന്നേരം നടയിൽ ചെന്ന് പറയുന്നത് എൻ്റെ ഭഗവാനെ, എൻ്റെ പിന്നിൽ എത്രയോ പേര് നിൽക്കുന്നു. ഒരു പക്ഷേ എൻ്റെ കാലുവേദനയും മുട്ടുവേദനയൊക്കെ പാവം വയസ്സായില്ലേ, അതുകൊണ്ട് ദേവി ഏതോ ഒരു അനുഗ്രഹമായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അല്ല ഞാൻ ആരോടും അവിടെ അന്ന് തൊഴാൻ ചെല്ലുമൊന്നും മുൻകൂട്ടി പറയാറില്ല. അല്ല അതൊക്കെ ചേച്ചി അല്ല അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ ചെന്ന് അതൊക്കെ സെക്കൻഡ്. പക്ഷെ ആ ഒരു നിമിത്തം ദൈവത്തിന് തോന്നുമ്പോഴേ നമുക്ക് അമ്പലത്തിൽ പറ്റത്തുള്ളൂ. അത് സത്യം. ചില ക്ഷേത്രങ്ങളിൽ എനിക്ക് അനുഭവത്തിൽ എനിക്കറിയാം. അതുപോലെ നമുക്കൊരു കുറച്ച് പ്രസാദം തരുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പൊങ്കാലടന്ന് തലേ ദിവസം ഞാൻ ആറ്റുകാലിൽ പോയി. ഞാൻ ചെന്ന് തൊഴുതു. എനിക്ക് ഒരു ഇലയിൽ നിറച്ച് കുങ്കുമവും ചന്ദനമൊക്കെ പ്രസാദം തന്നു. ഒരു വയസ്സായ ഒരു അമ്മ എടുത്ത് ചോദിച്ചു, ഞാൻ കുറേ സമയമായി മോളെ വന്നിട്ട് ഞാൻ ഇത്തി ചന്ദനം എടുത്താട്ടാ കുങ്കുമം എടുത്താട്ടാ എന്ന് ചോദിച്ചു. ഞാൻ അല്ലല്ല അത് ഞാൻ പറഞ്ഞു അയ്യോ എന്താ അമ്മ എടുത്താട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഇല ഇങ്ങനെ കാണിച്ചതേ ഓർമ്മയുള്ളൂ. ഒരമ്മ എടുക്കേണ്ടതിന് 5000 പേരെടുത്ത് ഞാൻ വീണില്ലെന്നേ ഉള്ളൂ. അപ്പോഴും ഞാൻ വിചാരിച്ചു ഭഗവാനെ എന്നെ കൊണ്ട് അത്രയും സാധിച്ചല്ലോ. ഒരു പക്ഷേ ഇവിടെ വരെ നടന്നെത്തി പ്രസാദം കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും നടയടയ്ക്കോ അടുത്ത പൂജയ്ക്കുള്ള സമയമാവും. ഏതായാലും പോട്ടെ, എൻ്റെ കയ്യിൽ കിട്ടിയ പ്രസാദം അന്നേരം കിട്ടിയതല്ലേ, ആ നടയിൽ നിന്നുകൊണ്ട് തൊടാൻ ഇത്രയും പേർക്ക്. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കാരണം ഇന്ന് വരെ എന്തൊക്കെ വാർത്തകൾ നമ്മളെ കേട്ടാലും നിങ്ങൾക്കെതിരെ ഇങ്ങനെ മറ്റവൻ അവൻ ഇവൻ എന്തൊക്കെ കഥകളാണ്. എൻ്റെ സംശയം എന്ന് പറയുന്നത് ഒരു മാന്യതയുള്ള പ്രേക്ഷക സമൂഹമോ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം എന്താ പറയുക വിവരവും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാരൊന്നും നിരീക്ഷിക്കുന്ന ആൾക്കാരൊന്നും ഇങ്ങനത്തെ ചീപ്പ് കമൻസ് ഒന്നും പറയില്ല. ഇത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ ചിലർ പറയാറുണ്ട് മറ്റവരുടെ ഫാൻസ് ഇവരുടെ ഫാൻസ് അവരുടെ ഫാൻസ്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പല പ്രാവശ്യവും പൃഥ്വിരാജ് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ പൃഥ്വിരാജിൻ്റെ ഫാൻസിനോടും ഇന്ദ്രജിത്തിൻ്റെ ഫാൻസിനോടും സംസാരിക്കുന്ന ആളാണ്. ഞാൻ ഒന്നേ പറയാറുള്ളൂ, മോനെ
ദൈവം അറിഞ്ഞ് ഓരോരുത്തർക്കൊന്ന് തലയിൽ എഴുതിയിട്ടുണ്ട്. അത് തിരുത്താൻ നിങ്ങളൊന്നും കയറിയിരുന്ന് കൂവിയാലൊന്നും നടക്കത്തില്ല. ഞാൻ എൻ്റെ മക്കളുടെ അനുഭവം വെച്ച് പറയാം. അന്തസ്സായിട്ട് പെരുമാറുക. ഒരു പടത്തിന് കയറി കഴിയുമ്പം അത് ചേച്ചി ചുമ്മാ അല്ല അവർ വന്നിരുന്നു, ഞാൻ പറഞ്ഞു കൂവിക്കോട്ടെ, ചിലപ്പോൾ നാളെ അവരുടെ പടത്തിന് പോവാൻ വേറെ ആൾക്കാർ വന്നെന്നിരിക്കും, അത് നിങ്ങളെന്തിനാണ് അതിന് പ്രതികരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ വല്ലത് ഈ നമ്മളോട് ഒരു വ്യക്തിപരമായിട്ട് ചുമ്മാ ചില ആക്രമണം നടത്തണമെന്ന് മനസ്സിലാഗ്രഹമുള്ളവരുടെ ഒരു ജൽപ്പനങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കമൻസൊക്കെ കാണാറുള്ളൂ. സത്യം.